ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും കൃഷി വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കൃഷി വിശേഷം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ ഫാമിൻ്റെ വിശേഷം തന്നെയാണ്. കാരണം അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വിശാലമായിട്ടുള്ള ഫാം ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ തന്നെ റണ്ണർ ബീൻസിൻ്റെ തോട്ടമാണ്. ഞാൻ പല ഒന്ന് രണ്ട് വീടുകളിൽ പോയപ്പോൾ നിങ്ങൾ റണ്ണർ ബീൻസ് കാണിച്ചു തന്നു. ഇവിടെ ഒന്നല്ല, ഒരു ഏരിയ മൊത്തം റണ്ണർ ബീൻസാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പോയിട്ട് പിക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ റണ്ണർ ബീൻസിൻ്റെ നല്ല സമയമായതുകൊണ്ട് ആളുകൾ വന്ന് മാക്സിമം ഇവിടുന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയി. അപ്പം നമ്മൾ വന്ന സമയത്ത് ധാരാളം ഒന്നും കണ്ടില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നപ്പോൾ ഇഷ്ടം പോലെ അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല രസമാണ് ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. ചുമന്ന കളർ പൂവും വൈറ്റ് കളർ പൂവൊക്കെ ഉണ്ട്. ഈ വർഷം വൈറ്റ് കളർ ഞാൻ കണ്ടില്ല, ചുമന്ന കളർ പൂവാണ്. ഇങ്ങനെ ധാരാളം ഇതുമേ ഇങ്ങനെ ഉണ്ടായി കൊടുക്കും. അപ്പം മൂക്കുന്നതിന് മുമ്പ് നമ്മൾ പറിച്ചെടുത്ത്, ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ഏതാണ്ട് 1.5-2 കിലോയുടെ അടുത്ത് പറിച്ചെടുത്തായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അത് നല്ല രസമുണ്ടല്ലോ തോരൻ വെച്ച് കഴിക്കാനൊക്കെ. നമുക്ക് ഈ സമ്മർ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഫ്രഷ് ആയിട്ടുള്ള ഈ വെജിറ്റബിൾസ് ഇങ്ങനെ കിട്ടുക. അപ്പം ഈ ഫാം അടുത്തായതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് ഇത് കളക്ട് ചെയ്ത് വെക്കും. ഒരു വർഷത്തേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് ഫ്രീസറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് വേണമെങ്കിൽ തോരൻ വയ്ക്കാൻ തോന്നുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. ഒരുപാട് ഏരിയ ഉണ്ട് ഈ റണ്ണർ ബീൻസിന് തന്നെ, ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കും നമ്മുടെ നാട്ടിലും പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു കൃഷി സമ്പ്രദായമാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ 2-3 ഏക്കറൊക്കെ സ്ഥലമുള്ള ആളുകളാണെങ്കിൽ ഈ കൃഷി അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു വരുമാനമാക്കാനായിട്ട് ഇങ്ങനൊരു മാർഗം വളരെ നല്ലതായിരിക്കും അല്ലേ. നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ ആളുണ്ട്. പക്ഷേ കൃഷി ചെയ്ത് അവസാനം ഫലം എടുത്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് വില കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും നഷ്ടത്തിൽ പോകും. അതുകൊണ്ട് ആരും കൃഷി ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാടുകളിൽ ഉൾപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കുറച്ചങ്ങ് നീങ്ങിക്കഴിഞ്ഞപ്പോൾ കുറേ നമ്മുടെ നാട്ടിലെ പോലത്തെ മത്തങ്ങയുടെ ഒരു വെറൈറ്റി കൂട്ടമാണ്. ഒരു 5-8 ടൈപ്പ് മത്തങ്ങ. ഇതിന് വേറെ എന്തൊക്കെയോ പേര് പറയുന്നത്, പക്ഷേ പേര് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലെ മത്തങ്ങ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ ഇവിടെ സാമ്പാർ വെപ്പൊന്നും ഇല്ലല്ലോ സായിപ്പിന്. അതുകൊണ്ട് തന്നെ ഇത് വേറെ എന്തൊക്കെയോ ആവശ്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത് തോന്നുന്നു. നമ്മുടെ ആളുകൾ ഈ സാധനം വാങ്ങിച്ച് സാമ്പാറും മത്തങ്ങക്കറിയൊക്കെ വെക്കാറുണ്ട്. ഇത് വെറൈറ്റി വേറൊരു ടൈപ്പാണ്. ഞാൻ നേരത്തെ കാണിച്ചത് നമ്മുടെ നാട്ടിലെ മത്തങ്ങ പോലെ ഇരിക്കുന്നു. ഇത് വേറെ വെറൈറ്റിയാണ്. ഇതിങ്ങനെ വിശാലമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ പിക്ക് ചെയ്യാൻ പാടില്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നിലവിൽ ഫ്ലവറിങ് ആണ്. അപ്പോൾ ഇതിങ്ങൊരു 2-3 മാസം കൂടി പിടിക്കായിരിക്കും തോന്നുന്നു. 1 മാസം 1.5 മാസം പിടിക്കുമ്പോഴത്തേനും ഇത് വലുതാവും. അല്ലേ, ചെറിയ പിഞ്ചായി വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇത് വലിയ മത്തങ്ങ ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ശരിക്കും സമ്മർ ടൈമിൽ, അല്ലെങ്കിൽ നമ്മുടെ വേനൽക്കാലത്തൊക്കെയാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മഴക്കാലത്ത് പിന്നെ തീർച്ചയായിട്ടും പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ ഇത് വേറൊരു ടൈപ്പാണ് കേട്ടോ. അതിന് ഇത് വെള്ളരി പോലെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ പൂവിട്ട് സംഭവം കായായി വരുന്നേ ഉള്ളൂ. അപ്പോൾ വേനൽക്കാല സമയങ്ങളിൽ ഒരു കൃഷി ടൂറിസം വികസിപ്പിച്ചെടുക്കണം നമ്മുടെ നാട്ടിൽ. അപ്പോൾ കുറച്ച് സ്ഥലം കൂടുതലുള്ള ആൾക്കാർ, ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഞാൻ യൂട്യൂബിലൊക്കെ കാണുന്നത് വളരെ എന്താ പറയുക, എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. കുറേ സ്ഥലമൊക്കെയുള്ള ആളുകൾ മീൻ വളർത്തലും അവിടെ കൃഷി ചെയ്യലും ഫ്രൂട്ട്സ് കൃഷിയും ഒക്കെ ആയിട്ട് വളരെ രസകരമായിട്ട് അവർ അതിനെ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകളും ഇപ്പോൾ പതുക്കെ കൃഷിയിലേക്ക് തിരിഞ്ഞു തുടങ്ങി എന്നുള്ളത് വളരെ പ്രശംസാജനകമായ കാര്യമാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വിഷമുള്ളത് കഴിച്ച് നമ്മുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ വളരെ മോശം. അതേ വേറൊരു ടൈപ്പ് മത്തങ്ങ, ഒരു 8 ടൈപ്പോളം മത്തം ഇവിടെ ഉണ്ട്. ഇതിനകത്ത് ഇവിടെ ഈ ഹലോവിൻ പരിപാടിക്കൊക്കെ ഉപയോഗിക്കുന്ന സംഭവം ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ വർഷം പോയപ്പോൾ എന്നേക്കാളും വലിയൊരു ഹലോവിൻ ഉപയോഗിക്കുന്ന ആ മത്തൻ സാധനം, അതിൻ്റെ പറയുന്ന പേര് വേറെ എന്തുവാണ്, അതെനിക്കറിയില്ല. എനിവേ ആ സംഭവം അങ്ങനെ എന്താ പറയുക, നമ്മളെ ഈ കണ്ണും മൂക്കും ഒക്കെ തുളച്ചിട്ട് ആളെ പേടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് ആ സാധനം. ഇതിപ്പോൾ പിഞ്ചാണ് കേട്ടോ. ഇത് വമ്പൻ സാധനമാവേ, വലിയ ഒരു സൈസ് സാധനമാവും.
അപ്പോൾ ഈ ഫാമിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കണ്ട്, ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഫോട്ടോ തപ്പിയിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് ഓൾറെഡി ഉണ്ട്. അപ്പോൾ സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, വിഷം ഉള്ള സാധനം കഴിച്ച് നമ്മുടെ ആരോഗ്യം എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ 5 സെൻറ്റ് ഉണ്ടായാലും 10 സെൻറ്റ് ഉണ്ടായാലും ആളുകൾ ഇപ്പോൾ ഫ്രഷായിട്ടുള്ള പച്ചക്കറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും സ്നേഹിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വിദേശത്തിരിക്കുന്നവർക്ക് ഒക്കെ വളരെ സന്തോഷമുണ്ട്. കൃഷിയെ സ്നേഹിക്കുന്നവർക്കാണ് കേട്ടോ. അപ്പോൾ അത് എന്താ കാര്യം വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഈ തമിഴ്നാടിനെ ആശ്രയിച്ച് എത്ര നാൾ നമ്മൾ മുന്നോട്ട് പോകും? ആ തിരിച്ചറിവ് നമുക്കെല്ലാം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും എന്താ പറയുക, ആശംസകളും ഭാവങ്ങളൊക്കെ നേരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്ത് കൃഷി ചെയ്യുക. അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റൊക്കെ വളരെയധികം ആ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് അതേപോലെയുള്ള സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ഇഷ്ടംപോലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും അവരവരുടെ വീടുകളിൽ തന്നെ പരീക്ഷിക്കുക. കാരണം നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ ഈ ഫാമിൻ്റെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വിശാലമായ ഫാമാണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ വർഷവും ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്ന ഫാമാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്ത് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ നേരത്തെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം, ഒരുപാട് സവോള നമുക്ക് ഇവിടുന്ന് പിക്ക് ചെയ്യാൻ പറ്റും. ബീട്രൂട്ട്, നല്ല ഫ്രഷ് അടിപൊളി ബീട്രൂട്ട് കിട്ടും. ക്യാരറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ സ്ട്രോബെറി ഉള്ള സമയത്ത് നന്നായിട്ട് സ്ട്രോബെറിയും നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടംപോലെ കിട്ടും. പിന്നെ അങ്ങനെ തുടങ്ങുന്ന പയറ് വർഗ്ഗങ്ങൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഓൾറെഡി നമുക്ക് വീട്ടിലേക്ക് നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ തോട്ടത്തിൽ നട്ട് പറിക്കുന്ന പോലെ പറിച്ച് എന്താണേലും കടയിൽ വാങ്ങിക്കുന്നതിനേക്കാളും വില കുറച്ച് നമുക്ക് കിട്ടും. ഇത് വേറൊരു വെറൈറ്റിയാണേ. കുറേ ഞാൻ പറഞ്ഞില്ല, 8ഓളം വെറൈറ്റി മത്തൻ തന്നെ ഞാനിവിടെ കണ്ടു. ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നാട്ടിൽ നമ്മൾ മത്ത ഇങ്ങനെ നട്ടിട്ട് പൂവൊക്കെ ഉണ്ടായി, അതേ സെയിം പൂവ് തന്നെയാണ് കേട്ടോ അല്ലേ? അതേ സെയിം പൂവ്, പക്ഷേ ഇത് വെറൈറ്റിയാണ്. പല വെറൈറ്റി മത്തനുകളാണ് ഇവിടെ കിടക്കുന്നത്. പക്ഷേ ഞാൻ ഈ തണ്ണിമത്തനൊന്നും ഇവിടെ കണ്ടില്ല. ഞാൻ തണ്ണിമത്തൻ ഉണ്ടാവും എന്ന് കരുതിയാണ് ഇതിൻ്റെ അകത്ത് കയറിയത്. പക്ഷേ തണ്ണിമത്തനില്ല. മത്തൻ വർഗത്തിൽപ്പെടുന്ന ഒരു 8ഓളം വെറൈറ്റി സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ തുടർച്ചയായിട്ട് കാണുന്നുണ്ട്, ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ കമൻ്റൊന്നും അയക്കുന്നില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് ഞങ്ങൾക്ക് വിടറവേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും പറഞ്ഞൊക്കെ ഇരിക്കാം. ഇത് റാസ്ബെറി എന്ന് പറഞ്ഞ ഒരു ബെറി വർഗത്തിൽപ്പെടുന്ന പഴമാണ്. ഇതൊക്കെ ഇഷ്ടംപോലെ വിദേശത്തൊക്കെ കയറ്റി അയക്കുന്ന ടൈപ്പ് പഴമാണ് കേട്ടോ. ഇത് നല്ല എന്താ പറയുക, വൈറ്റമിൻസൊക്കെ ഉണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് ഡോക്ടർമാരോട് ചോദിക്കണം. അപ്പോൾ ഇത് ഈ ബ്ലാക്ക് ബെറി അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ബെറി ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് വളരെ സ്വീറ്റായിട്ടുള്ള ഒരു ബെറി ഐറ്റമാണ്. റാസ്ബെറി എന്നാണ് ഇതിനെ പറയുന്നത്. പിന്നെ ഇത് കുറേ ഉണ്ട് ഇവിടെ. ഇതും ഈ സമയത്ത് ഇംഗ്ലീഷുകാരൊക്കെ വന്നിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ. സാധാരണ ഇത് ഭയങ്കരമായിട്ട് ഉണ്ടായി കിടക്കണ കാണാം. ഇപ്പോൾ ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ. അവരെല്ലാം പിക്ക് ചെയ്തെടുത്തു. കണ്ടോ, റാസ്ബെറി നല്ല ഏരിയയാണേ. ഓക്കെ, അത് പിക്ക് ചെയ്യാം എന്നുള്ളതാണ് അവിടെ അവർ കാണിച്ചേക്കണേ. അപ്പം കുറേ ബെറി ഐറ്റംസ് ഉണ്ട്. ഞാൻ ബ്ലാക്ക് ബെറി തിന്നിട്ടുണ്ട്. പിന്നെ ഈ സാധനം ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും കുറേ ഞാൻ പോകുമ്പോഴൊക്കെ പറിച്ച് കഴിച്ചിട്ടുണ്ട്. സോറി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം ശക്തമായിട്ട്. നമുക്ക് കൃഷി വിശേഷങ്ങൾ UK-യിലുള്ള ഒരുപാട് വീടുകളിലൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ എൻ്റെ ഒരു സമയപരിമിതി ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ ഈ കൃഷിയെ സ്നേഹിക്കുന്നതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോകണം. അതിനുള്ള സമയം കണ്ടെത്തുവാനായിട്ടുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് വേണം, ഞങ്ങളൊന്ന് പുഷ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഉഷാറാവില്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പം എൻ്റെ ഇഷ്ടമായിരിക്കില്ലല്ലോ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ തിരുത്തലുകൾ വേണം എന്നുള്ളത് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാം. ഇനി നമ്മളൊരു പ്ലം തോട്ടത്തിൽ കിടന്നൊന്ന് ആറാടാൻ പോവുകയാണ്. കാരണം ഇവിടെ പ്ലം ഇങ്ങനെ ഉണ്ടായി കിടക്കണം കണ്ടിട്ട് എന്താ പറയുക, കൊതിയായിട്ട് പാടില്ല. കാരണം ഈ സാധനം ഒന്നും ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിൽ ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കിടക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഇതിങ്ങനെ പഴുത്ത്
ഇവരിത് പറിച്ചെടുക്കത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. ഈ ഫാമിൻ്റെ പ്രത്യേകത, ഇവർ ഈ സാധനങ്ങളൊന്നും പറിച്ച് എടുത്ത് വിൽക്കുന്ന പരിപാടിയില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടായി കിടക്കും. നമ്മളെപ്പോലുള്ള ആൾക്കാർ, കസ്റ്റമേഴ്സ് വരുന്നു, അവർ പറിച്ചെടുക്കുന്നു, അവർ അവിടെ കൊണ്ടുപോയി തൂക്കി അതിനുള്ള വില വാങ്ങിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിങ്ങനെ പഴുത്ത് കുറച്ച് ഇതിപ്പോൾ ഓൾറെഡി പാകമായി വരുന്ന സമയമാണേ. ഇത് ശരിക്കും നല്ല എന്താ പറയുക, ബ്രൗൺ പോലത്തെ ഒരു കളറാവും. എന്നിട്ട് പഴുത്ത് കഴിയുമ്പോൾ, കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയപ്പോൾ ശരിക്കും പഴുത്ത സമയത്താണ് പോയത്. ആ സാധനം എല്ലാം ഏകദേശം ആളുകൾ പറിച്ച് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ അതിൻ്റെ സമയമായപ്പോൾ കൊഴിഞ്ഞ് താഴെ വീണ് ഒരു പ്ലമ്മിൻ്റെ മെത്ത പോലെ ആയിരുന്നു. അതുമ്പോൾ ചവിട്ടിയൊന്നും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അതായത് ഇത് ഒരുപാടുണ്ടല്ലോ, നിങ്ങൾ കാണുന്നില്ലേ, ഈ തോട്ടം മൊത്തം പ്ലമ്മാണ്. അതൊന്നും ഉണ്ടായി കിടക്കണം കണ്ടു കഴിഞ്ഞാൽ എന്നാ പറയുക, ഇതൊക്കെ ഇവർ എന്ത് വളമാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു നോക്കണം. അതിന് മാത്രം പ്ലം ഉണ്ടായി കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ രാജ്യത്തെ ഒരു പ്രത്യേകതയായിരിക്കും കേട്ടോ. ഈ പ്ലമ്മ് നമ്മൾ വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യണ്ട. പ്ലമ്മാണെങ്കിലും ആപ്പിളാണെങ്കിലും ഒന്നും നമ്മൾ നട്ട് അത്യാവശ്യം വെള്ളവും ചെറിയ ആ സമയത്തുള്ള വളവും കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുണ്ടാവും ഇവിടെ. അത് ഇവിടെ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ തോട്ടത്തിൽ ഇങ്ങനെ വിളഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞാനത് ഇനിയിപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ പോവുമായിരിക്കും. പോകുമ്പോൾ വേണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് പഴുത്ത് കഴിഞ്ഞിട്ട് പിക്ക് ചെയ്യാം. എപ്പോഴും പറിച്ച് തിന്നാട്ടോ, മധുരമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് പാകമായി വരുന്നേ ഉള്ളൂ. നല്ല പഴുത്തതാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവുള്ളൂ. കണ്ടോ, ഇതിങ്ങനെ ശരിക്കും ബ്രൗൺ കളറാവും. ഇതിപ്പോൾ പച്ചയും ബ്രൗണും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ പറിച്ച് ഞാൻ കഴിച്ചു നോക്കി. പക്ഷേ എപ്പോഴും മധുരമൊക്കെ ഉണ്ട്, പക്ഷെ അത്ര പോരാ, ശരിക്കും പഴുക്കൂത് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, UK ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലിരുന്നിട്ട് എല്ലാവർക്കും UK വന്നതൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനൊരു സാധാരണക്കാരൻ എന്ന രീതിയിൽ എന്ത് വേണം, നമ്മുടെ ഇവിടെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കും അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു UK ബന്ധം ഈ ചാനലിലൂടെ ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാവുമല്ലോ. അതുമല്ല, ഇവിടുത്തെ ചില രീതികളൊക്കെ ചില ഐഡിയ ഉള്ള കൃഷിക്കാർക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ കർഷകരെ ഇസ്രായേലിൽ കൊണ്ടുപോയി പരീക്ഷിച്ച പോലെ ഇവിടെ ഇവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഉപകാരപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു ടൂറിസം ഫാമിംഗ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ ഇനി ഭാവിയിൽ ബിൽഡ് ചെയ്ത് വരണം. എന്നാലാണ് ഈ കൃഷിക്ക് പ്രാധാന്യം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൃഷിയെ സ്നേഹിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രകൃതിയെ സ്നേഹിക്കാനും കൃഷി ചെയ്യാനൊക്കെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സീ യു അഗെയിൻ. ബൈ.